കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഒറ്റപ്പെടുത്തലിൻ്റെയും അകലം പാലിക്കലിൻ്റെയും വലിച്ചെറിയപ്പെടലിൻ്റെയും ഒക്കെ ഒരു സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന സങ്കല്പം വിലയേറിയതാണ്. ഈ സ്വപ്നം, കൃപ നിറയുന്ന കുടുംബം, സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മളുടെ ഓരോ കുടുംബാംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ദൈവകൃപ നിറയുമ്പോഴാണ്. ഈ സാഹചര്യത്തിൽ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിലെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചില ദൈവീക കുടുംബങ്ങളെ എടുത്തുകൊണ്ട് കുടുംബം എന്ന സങ്കല്പത്തിന് ബൈബിൾ നൽകുന്ന വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ബൈബിളിലെ ദൈവിക കുടുംബങ്ങൾ. യഥാർത്ഥത്തിൽ കുടുംബം എന്ന സങ്കല്പത്തിന് മനുഷ്യ സൃഷ്ടിയോളം തന്നെ പഴക്കമുണ്ട്. അതായത് ഏദനിൽ ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കുടുംബം എന്ന സങ്കല്പത്തിന് സൃഷ്ടാവായ ദൈവം രൂപം നൽകുകയായിരുന്നു. സൃഷ്ടാവിന്റെ സ്വപ്നത്തിൽ വിരിഞ്ഞ അതിമനോഹരമായ ഒരു കുസുമം എന്ന് നമുക്ക് കുടുംബത്തെ വിശേഷിപ്പിക്കാം. കുടുംബത്തിന്റെ ലക്ഷണങ്ങളെ പറ്റി, കുടുംബം എപ്രകാരമായിരിക്കണം എന്നതിനെ പറ്റി ഒക്കെ പഠിക്കുവാൻ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ പറ്റിയുള്ള ഭാഗങ്ങൾ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് കണ്ട ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏകാന്തത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വളരെയേറെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏകാന്തതയിലാകാതെ, തനിച്ചായി പോകാതെ, തനിക്ക് ചേരുന്ന ഒരു ഇണയും തുണയും മനുഷ്യന് നൽകപ്പെടണം എന്ന ദൈവത്തിന്റെ വലിയ സ്വപ്നമാണ് ഹൗവ എന്ന സ്ത്രീയെ സൃഷ്ടിക്കുന്നതിലേക്ക് അവിടുത്തെ നയിക്കുന്നത്. ഈ സൃഷ്ടിയും അതിമനോഹരമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ദൈവം സ്ത്രീയെ മനുഷ്യന്റെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. നോക്കുക, എത്ര ശ്രേഷ്ഠകരമായ ഒരു സൃഷ്ടിയാണ്. പുരുഷന്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഏകാന്തതയുടെ തടവറയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു കുടുംബം രൂപീകരിക്കുന്ന ദൈവം സ്ത്രീയെ മനുഷ്യന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രണയകാവ്യം ഇതായിരിക്കാം: എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇവിടെ ആദം പ്രഘോഷിക്കുന്നത് തൻ്റെ ജീവിത സഖി തൻ്റെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിന്റെ പിന്തുടർച്ചയായി ഇന്നും വരുന്ന കുടുംബങ്ങളിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഇത്രയും തന്നെ ശക്തമായിരിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പുരുഷന്റെ അസ്ഥിയിൽ നിന്നെടുക്കപ്പെട്ട അവന്റെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നതാണ് സ്ത്രീ എന്ന സങ്കല്പം മനുഷ്യ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന് രണ്ട് മാനങ്ങളുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ചേരുമ്പോഴാണ് അത് പരിപൂർണതയിലേക്ക് എത്തുന്നത്. അതായത് പുരുഷന്റെ വാരിയെല്ല് എടുത്ത് അതിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി. അപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ചേർത്ത് വയ്ക്കപ്പെടുമ്പോഴാണ് സ്നേഹം അതിന്റെ പരിപൂർണതയിൽ എത്തുന്നത്. ഇതൊന്ന്. രണ്ടാമത്തേത്, പുരുഷന്റെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പുരുഷനോടൊപ്പം പ്രാധാന്യം സ്ത്രീക്കും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും പരസ്പര സ്നേഹത്തിലൂടെ പരസ്പര പൂരകങ്ങളായി തീരുന്നതോടൊപ്പം പുരുഷനോടൊപ്പം സ്ത്രീ മാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷമുള്ളതായി തീരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ
ഒരു കുടുംബത്തെ നമുക്ക് സ്നേഹത്തിന്റെ വിളനിലം എന്ന് വിളിക്കാം. കുടുംബം സ്നേഹത്തിന്റെ വിളനിലമാണ്. കാരണം അത് ആരംഭിക്കുന്നത് സ്വന്തം അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായ സ്ത്രീയെ പുരുഷൻ സ്വീകരിക്കുന്നതിൽ കൂടെയാണ്. അവർ പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ ഒന്നായി തീരുന്നതിൽ കൂടെയാണ്. അതിനാൽ കുടുംബം സ്നേഹത്തിന്റെ വിളനിലമാണ് എന്ന് നമുക്ക് പറയാം. ബൈബിളിൽ ദൈവികമായി ഈ കുടുംബങ്ങളെ പറ്റി പറയുമ്പോഴും അതെല്ലാം പരിപൂർണമായ സങ്കല്പമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവിടെയും പരാമർശിക്കപ്പെടുന്നത് കുറവുകളും പരിമിതികളുമുള്ള മനുഷ്യരെ പറ്റിയാണ്. അവന്റെ ബലഹീനതകൾ എക്കാലവും അവനോടൊപ്പം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ വിളനിലമായ സ്വർഗസദൃശ്യമായ കുടുംബത്തിന് വിള്ളൽ വരുത്തുന്ന ചില ഘടകങ്ങളും ഈ ആദത്തിന്റെയും ഹവ്വയുടെയും കുടുംബ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തോട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന മരത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ഹവ്വായും അതേ തുടർന്ന് അതിനോട് പങ്കുചേരുന്ന ആദവും. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അതിപ്രധാനമായ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടിയിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ മാറ്റി നിർത്തി പ്രലോഭനങ്ങൾക്ക് വശംവദനാകുന്നു എന്നുള്ള മാനുഷികമായ സങ്കല്പമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? അവിടെ മനുഷ്യനെ നയിച്ചത് വിവേകമല്ല, മറിച്ച് വികാരമാണ്. കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ നന്മയുള്ള കുടുംബങ്ങളായി തീരണമെങ്കിൽ അവിടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം വിവേകമുള്ളതായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നത് ആകരുത്. വിവേകത്തോടുകൂടി മാത്രമായിരിക്കണം തീരുമാനങ്ങൾ മുൻപോട്ട് മനുഷ്യനെ നയിക്കേണ്ടത്. ഇത് മാത്രമാണോ? ആദം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നീ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന മരത്തിലെ ഫലം ഭക്ഷിച്ചോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീയാണ് എനിക്കത് പറിച്ചു തന്നത് എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു ആദത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ കുടുംബങ്ങളിൽ, ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണത്. അതായത് സ്വന്തം പരാജയങ്ങൾക്ക്, സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകാവുന്ന പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റൊരാളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക് അതിന്റെ ഉത്തരവാദിത്വത്തെ തള്ളിവിടുന്ന പ്രവണത, ഇതും കുടുംബ ജീവിതത്തിന്റെ ശക്തിയെ ശിഥിലമാക്കുന്ന ഒന്നാണ്. പിന്നീടോ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകർന്നു കിട്ടുന്ന വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, ഇത് ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം അവരുടെ മക്കൾ കായേനും ആബേലും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് ഇത് ഇപ്രകാരം കാണാൻ പറ്റും എന്നൊന്ന് ചിന്തിക്കാം. ഈ രണ്ട് വ്യക്തികൾ, കായേനും ആബേലും, രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആബേലാണ്. ആബേൽ എപ്പോഴും ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിച്ച പൈതലാണ്. ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് സമർപ്പിക്കുക. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലും മക്കളെ പരിശീലിപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. നമുക്കുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവവുമായി പങ്കുവെക്കുവാൻ, മറ്റു മനുഷ്യരുമായി പങ്കുവെക്കുവാനുള്ള മനസ്സ് നമ്മളുടെ കുടുംബങ്ങളെ ശക്തമാക്കും എന്ന് ഇതിൽ കൂടെ നമ്മളെ ബൈബിൾ ഓർമ്മിപ്പിക്കും. ഇത് മാത്രമല്ല, നോക്കുക, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതോടുകൂടി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യം, അതിൽ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയുണ്ട്. സ്വന്തം സഹോദരനായ ആബേലിനെ കൊല്ലുന്ന കായേൻ, സ്വന്തം പുത്രന്മാർ പരസ്പരം കലഹിച്ച് ഒരുവൻ മറ്റൊരുവനെ വധിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വരുന്ന മാതാപിതാക്കളുടെ മനോവേദന, ഇതും ഒരു കുടുംബത്തിൽ, ആദത്തിന്റെയും ഹവ്വയുടെയും കുടുംബത്തിലാണ് നമ്മൾ കാണുക. നോക്കുക, സ്നേഹത്തിന്റെ വിളനിലമായിരുന്ന കുടുംബത്തിലേക്ക് ശിഥിലീകരണത്തിന്റെ വിള്ളൽ കടന്നു വന്നത് എപ്രകാരമാണെന്ന് നോക്കൂ. അതായത് ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ഹിതം നിരസിക്കപ്പെട്ടതോടുകൂടി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. അവന്റെ സുഖകരമായ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടുന്നു. തുടർന്ന് അടുത്ത തലമുറയിൽ പോലും ഇതിന്റെ പ്രതിഫലനങ്ങൾ അവൻ കാണുന്നു. സ്വന്തം മക്കൾ പരസ്പരം മത്സരിക്കുന്നത് കണ്ട് വിലപിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ഇക്കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനം, അതാണ് പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്നത്. ഇക്കാര്യം
കുടുംബത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് സുസ്ഥിതിക്ക് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടിയിരിക്കും. കുടുംബം സ്നേഹത്തിന്റെ വിളനിലമാണ് എന്ന് മാത്രമല്ല, കുടുംബം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇത് നീതിമാനായ നോഹയുടെ കഥയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വളരെ വ്യക്തമാണ്. അതായത് തനിക്ക് ചുറ്റുമുള്ള ലോകം തിന്മകളിൽ മുഴുകി എല്ലാ തരത്തിലും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം സ്വയം സംരക്ഷിച്ച് താനും തൻ്റെ കുടുംബവും നീതിയുടെ മാർഗത്തിൽ നന്മയുടെ പാതയിൽ ചരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ദൈവാശ്രയത്വത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ. അദ്ദേഹം നീതിമാനായിരുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ, നാശത്തിന്റെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തില് ഒരു മാറ്റം വരുത്തുവാൻ ദൈവം ഒരു ശിക്ഷ അയക്കുവാൻ തീരുമാനിക്കുമ്പോൾ അതിൽ നിന്നും നോഹയെയും കുടുംബത്തെയും ഒഴിച്ചു നിർത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ദൈവം നോഹയോട് ആവശ്യപ്പെടുന്നത് നീ അവിടേക്ക് പോയി ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ എന്നല്ല, മറിച്ച് ശ്രമകരമായ ഒരു ജോലി നോഹയെ അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ജോഡി ഇത്രയും പ്രവേശിക്കുവാൻ തക്കവണ്ണം വലിപ്പമുള്ള ഒരു പേടകം നിർമ്മിക്കുവാനാണ് നോഹയോട് ദൈവം ആവശ്യപ്പെടുന്നത്. അതീവ ശ്രമകരമായിരുന്ന ഈ ജോലി നീതിമാനായ നോഹ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. കാരണം അതിലൂടെ തൻ്റെ കുടുംബവും രക്ഷപ്പെടും, തൻ്റെ കുടുംബത്തിൻ്റെയും ജീവൻ സംരക്ഷിതമാകും എന്നുള്ള ചിന്തയാണ് നോഹയെ നയിക്കുന്നത്. ഇതുമാത്രമല്ല, തൻ്റെ കുടുംബത്തോടുള്ളതുപോലെ തന്നെ തൻ്റെ ഈ പ്രപഞ്ചത്തോടും തൻ്റെ ചുറ്റുപാടിനോടും തനിക്കൊരു കടപ്പാടുണ്ട് എന്നും നോഹ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിലും ഇത് നിത്യവും നടമാടേണ്ട ഒന്നാണ്. അതായത് എവിടെയായിരുന്നാലും തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾ സുരക്ഷിതരാണ്, തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സവിധത്തിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബം എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി തീരുന്നത്. കുടുംബം ഒരു സുരക്ഷിതത്വ കവചമാണ് എന്ന് അടുത്ത തലമുറയ്ക്ക് ബോധ്യമാവുന്നത്. ഇത് നോഹയുടെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ പിന്നീട് വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, മറ്റ് സൃഷ്ടവസ്തുക്കളൊക്കെയും നശിക്കുന്നു, നോഹയും പേടകത്തിനു അകത്തുണ്ടായിരുന്നവരും രക്ഷ പ്രാപിക്കുന്നു. അതിനുശേഷം ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇനിമേൽ ഞാൻ വെള്ളം കൊണ്ട് മനുഷ്യവംശത്തെ, ഭൂമുഖത്തെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. അതായത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ നമ്മോട് ദൈവവും വിശ്വസ്തനായിരിക്കും എന്ന് നോഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതും കുടുംബവുമായുള്ള ബന്ധം എന്താ? വിശ്വസ്തത വ്യക്തിപരമായി മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് കുടുംബമായി തലമുറകളായി ദൈവവുമായുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടത് ഒരാവശ്യമാണ് എന്നാണ് നോഹയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നോഹയുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠവും അതാണ്. കുടുംബത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കുട്ടികൾക്കാവണം, അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ട സുരക്ഷിതത്വം കൊടുക്കുവാൻ, ആ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്കും സാധിക്കണം. അതിന് ദൈവാശ്രയവും ദൈവത്തോടുള്ള വിധേയത്വവും വളരെ അനിവാര്യമാണ്. അതോടൊപ്പം കുടുംബം നന്മയുടെ പരിശീലന കളരിയായി മാറുകയും വേണം. തിന്മയുടെ ശക്തിയെ ചെറുത്തു നിൽക്കുവാൻ നോഹയുടെ മക്കൾക്ക് സാധിച്ചെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, കുടുംബത്തിൽ ലഭിച്ച പരിശീലനമാണ്. ഇതുപോലെ തീവ്രമായ പരിശീലനമാണ് ഇന്ന് ഓരോ ക്രൈസ്തവ കുടുംബങ്ങളിലും ആവശ്യമായിരിക്കുന്നത്. ഈ ലോകത്തിലെ അതിന്റെ പ്രവണതകൾക്ക് അനുസൃതമായി നീങ്ങാതെ അതിനോടൊക്കെ യുദ്ധം ചെയ്തു നിൽക്കുവാൻ തക്കവിധം നമ്മുടെ മക്കളെ ശക്തരാക്കുന്ന വലിയ പരിശീലനം നമ്മളുടെ കുടുംബങ്ങളിൽ നൽകപ്പെടണമെന്നും ദൈവത്തിന്റെ ഉടമ്പടി സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മക്കളെയും നമ്മൾ വളർത്തണം എന്നുമാണ് ഈ കുടുംബം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് മൂന്നാമത്തെ സങ്കല്പം, കുടുംബം വിശ്വാസത്തിന്റെ കേന്ദ്രമായി തീരണം. കുടുംബം വിശ്വാസത്തിന്റെയും കേന്ദ്രമാണ്. ഇത് വിശ്വാസികളുടെ പിതാവായ, ജനതകളുടെ പിതാവായ അബ്രാഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ പറ്റും.
അബ്രാഹാം എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു പരിപൂർണനായ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാനുഷികമായ ബലഹീനതകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ ജനതതികളുടെ നേതാവ് എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുവാൻ ബദ്ധശ്രദ്ധനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അബ്രാഹത്തെയും അതിനോട് ചേർന്ന് നിന്നവർ എന്ന നിലയിൽ അബ്രാഹത്തിന്റെ കുടുംബത്തെയും നമുക്ക് വിലയിരുത്താൻ കഴിയും. അതായത്, നീ നിന്റെ ബന്ധുക്കളെ വിട്ട് നിന്റെ വസ്തുവകകളൊക്കെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ മുൻപും പിൻപും ചിന്തിക്കാതെ വരും വരായികകൾ ഓർക്കാതെ ദൈവത്തിന്റെ പദ്ധതിയാണത് എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചവനാണ് അബ്രാഹാം. അതായത്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചവനാണ് അബ്രാഹാം. അബ്രാഹത്തിന്റെ ഈ വിശ്വാസം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തെ പിന്തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത്, കാനാൻ നാട്ടിൽ എത്തിയതിനു ശേഷവും തുടർന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കാനാൻ ദേശത്തെത്തി ഒരു ക്ഷാമത്തിന്റെ നാളിൽ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് മാറുന്നു. അവിടെ നിരവധി സ്വത്ത് വകകൾ ഒക്കെ സമ്പാദിച്ച് കാനാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കാലത്ത് അവരുടെ രണ്ടാളുടെയും, അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കന്നുകാലികളും മറ്റ് സമ്പാദ്യങ്ങളും കുമിഞ്ഞുകൂടിയപ്പോൾ, കണ്ണെത്താ ദൂരത്തോളം അവരുടെ സമ്പാദ്യം വർദ്ധിച്ചപ്പോൾ അവർ രണ്ടായി പിരിയാൻ തീരുമാനിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അബ്രാഹവും ലോത്തും ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് അബ്രാഹത്തിന്റെ സേവകരും ലോത്തിന്റെ സേവകരും പരിചാരകരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി. ഇടയന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി. അപ്പോൾ അബ്രാഹാം അവിടെ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ, ഒരു കുടുംബത്തിലെ നായകൻ എന്നുള്ള നിലയിൽ ഉത്തമമായ ഒരു തീരുമാനമെടുക്കുന്നത് കാണുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്: എന്റെ സേവകരും നിന്റെ സേവകരും തമ്മിലും ഞാനും നീയും തമ്മിലും ഒരു കാരണവശാലും കലഹം ഉണ്ടാകാൻ പാടില്ല, കാരണം നമ്മൾ സഹോദരരാണ്. എത്ര മഹത്തായ ആശയമാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. സഹോദരരായിരിക്കുന്നവർ ഒരു കാരണവശാലും പരസ്പരം കലഹിക്കാൻ പാടില്ല. സഹോദര സ്നേഹം എത്രമാത്രം തീവ്രമായി ഒരു വ്യക്തിയിൽ ഉണ്ടാവണം എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയായി ഈ കുടുംബം മാറുകയാണ്. പിന്നീട് അവർ രണ്ടായിട്ട് പിരിയുന്നു. രണ്ടായിട്ട് പിരിയുമ്പോൾ വളരെ സമാധാനപ്രിയനായ ഒരു സഹോദരനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു കുടുംബത്തിന്റെ സുസ്ഥിതിക്ക് സമാധാനപ്രിയരായ മക്കൾ ഉണ്ടാവുക വളരെ അനിവാര്യമാണ്. അബ്രാഹാം പറയുന്നത് എന്താണ്? നീ ഇടതുവശത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം, നീ വലതുവശത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളാം. ലോത്ത് വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. ഏറ്റവും ഫലഭൂയിഷ്ടമായ സ്ഥലം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. എങ്കിലും അബ്രാഹത്തിന് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. സമാധാനപ്രിയനായി തന്റെ സഹോദരപുത്രനുമായി സ്ഥലം പങ്കുവെച്ച്, സ്വത്ത് പങ്കുവെച്ച് അബ്രാഹാം ഒരു നല്ല സഹോദരനായിട്ട്, നല്ല പിതാവായിട്ട് അവിടെ വർത്തിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, പിന്നീട് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപജയങ്ങളുണ്ട്. ശത്രുക്കൾ അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചുകൊണ്ടു പോകുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളെയും അദ്ദേഹത്തിന്റെ വസ്തുവകകളുമെല്ലാം. ഇവിടെ തികഞ്ഞ ഒരു യോദ്ധാവിനെ പോലെ ലോത്ത് തന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ചിന്തിക്കാതെ അബ്രാഹാം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഒരു സഹോദരന്റെ ആവശ്യ നേരത്ത് എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാമോ അങ്ങനെയെല്ലാം സ്വന്തം ജീവൻ കൊടുത്തും അവനെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനുമുള്ള മനസ്ഥിതിയും അബ്രാഹാം തന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നു. ഇത് മാത്രമല്ല, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഘോഷകൻ എന്ന് അബ്രാഹത്തെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ്? അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു. അദ്ദേഹത്തിന് സാറായില് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്യുന്നു, നിന്റെ സന്തതി പരമ്പര ഈ ഭൂമിയിൽ മുഴുവൻ നിറയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. 100 വയസ്സായ അബ്രാഹവും 90 വയസ്സ് കഴിഞ്ഞ സാറായും ഇതെങ്ങനെ വിശ്വസിക്കും? പക്ഷെ അബ്രാഹാം വിശ്വസിച്ചു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തനിക്ക് സന്തതി പരമ്പരയെ നൽകുമെന്ന് അബ്രാഹാം ഉറച്ചു വിശ്വസിച്ചു.
എന്നാൽ സാറ അത്രമാത്രം ഉറച്ചു വിശ്വസിച്ചോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഈജിപ്തുകാരിയായ തന്റെ ദാസി ഹാഗാറിനെ പ്രാപിച്ച് തനിക്കു വേണ്ടി ഒരു മകനെ നേടുവാൻ അബ്രാഹത്തെ സാറ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അബ്രാഹത്തിന് ഹാഗാറിൽ ജനിക്കുന്ന മകനാണ് ഇസ്മായേൽ. എന്നാൽ ഇതിനു ശേഷമാണ് 90 വയസ്സ് എത്തി നിൽക്കുന്ന സാറ ദൈവഹിതപ്രകാരം ഒരു പുത്രനെ പ്രസവിക്കുന്നത്. ആ പുത്രനാണ് ഇസഹാക്ക്. തനിക്ക് പ്രായം കഴിഞ്ഞുവെങ്കിലും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ തന്നെ അലട്ടുന്നുണ്ടെങ്കിലും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് തനിക്ക് പുത്രനെ ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ അബ്രാഹത്തിന്റെ ജീവിതത്തെ എന്നും പ്രകാശപൂരിതമാക്കിയിരുന്നു. ഇസഹാക്കിന്റെ വരവോടുകൂടി സന്തോഷമുഖരിതമായ ആ കുടുംബം പിന്നീട് ഒരു ബലിവേദിയിലേക്ക് നടന്നെടുക്കുന്നതും നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതായത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ നൽകി അനുഗ്രഹിച്ച ദൈവം അബ്രഹാത്തോട് ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ പുത്രൻ ഇസഹാക്കിനെ എനിക്ക് ബലിയർപ്പിക്കണം, മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് ബലിയർപ്പിക്കണം. അബ്രഹാം ഒരിക്കലും സംശയിച്ചില്ല. അദ്ദേഹം ഒരിക്കലും ചോദിച്ചില്ല, എങ്കിൽ പിന്നെ എന്തിന് നീ എനിക്ക് വാർദ്ധക്യകാലത്ത് ഇങ്ങനെ ഒരു പുത്രനെ തന്നുവെന്ന്. അദ്ദേഹം കടന്നുപോയ മാനസിക സംഘർഷം എത്രമാത്രമായിരിക്കുമെന്ന് ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാവാം. ഈ മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശയോടുകൂടി ദൈവപിതാവിനെ ഉറ്റുനോക്കുന്ന അബ്രാഹം മകനെയും കൂട്ടി മോറിയ മലയുടെ നെറുകയിലേക്ക് പോവുകയാണ് അവിടെ അവനെ ബലിയർപ്പിക്കുവാൻ. ബലിയുടെ അവസാന നിമിഷവും പിന്തിരിയുവാൻ അദ്ദേഹം തയ്യാറായില്ല. ബലിവേദിയിൽ പുത്രനെ കിടത്തി വാളെടുത്ത് അവന് ശിരച്ഛേദം നടത്തുവാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ദൈവം ഇടപെടുന്നത്. നോക്കുക, എത്ര തീക്ഷ്ണമായ വിശ്വാസമാണ് അബ്രാഹത്തെ നയിച്ചത്. തന്റെ ഏകപുത്രനെ പോലും ദൈവത്തിന് നൽകുവാൻ അദ്ദേഹം കാണിച്ച വിശ്വാസത്തിന്റെ ധീരത. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ നാം വളർത്തിയെടുക്കേണ്ടത്. അതായത് തന്റെ കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബത്തിന്റെ ഭാവിയെ സംബന്ധിച്ച്, മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന് നിയതമായ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിറവേറ്റുവാൻ കാലാകാലങ്ങളിൽ ദൈവം ഇടപെടുമെന്നും, എന്നാൽ അതിന് തങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്നും ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണമെന്നും അബ്രാഹത്തിന്റെ കുടുംബം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ പിതാവായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീഴ്ചകളൊന്നും വന്നില്ല എന്ന് നമ്മൾ കരുതരുത്. അദ്ദേഹത്തിന്റെ കുടുംബം സുസ്ഥിരമായിരുന്നു എന്ന് നമ്മൾ കരുതരുത്. അവിടെയും ഉണ്ട് ചില വീഴ്ചകൾ, മാനുഷികമായ ചില വീഴ്ചകൾ. വിശ്വാസത്തിന്റെ വിളനിലമായി മുന്നേറുമ്പോഴും ദൈവത്തിൽ അഗൈതവമായ വിശ്വാസം നമുക്കുള്ളപ്പോഴും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്നും വിപരീതമായ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടായേക്കാം. സാറായുടെ ആവശ്യപ്രകാരമാണ് ഹാഗാർ അബ്രാഹത്തോടൊത്ത് ജീവിക്കുന്നതും അവർക്ക് ഒരു പുത്രനെ ലഭിക്കുന്നതും. പക്ഷെ പിന്നീട് സാറ അതിൽ അസ്വസ്ഥയാകുന്നതും സാറായുടെ മാനസികാവസ്ഥ പരിഗണിച്ച് അബ്രാഹം ആ മകനെയും അവന്റെ അമ്മിയെയും അവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് അയക്കുന്നതും ഉപേക്ഷിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട്. നോക്കുക, ഒരാളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം രക്തമായിരുന്നിട്ടും ഇസ്മായേലിനെ തന്നിൽ നിന്നും മാറ്റി നിർത്തിയ അബ്രാഹം. പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിലും ഇത് സംഭവിക്കുന്നില്ലേ? ചേർത്ത് വയ്ക്കപ്പെടേണ്ടവർ എന്ന് നാം കരുതുന്നവരും പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വേദനയോടുകൂടി കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുവാനും കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുവാനും അബ്രാഹത്തിന്റെ കുടുംബം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദാനം അതിന്റെ പരിപൂർണതയിൽ നമുക്ക് സംവേദനജനകം ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസം പരിശീലിപ്പിക്കുന്നതിലും വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു നീക്കം അത് ഇന്നത്തെ കുടുംബങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് സംശയം വിന നമുക്ക് പറയാൻ സാധിക്കും. അബ്രാഹം ഇസഹാക്കിനെ വളർത്തുന്ന രീതി, ഇസഹാക്കിനെ വളർത്തിയെടുത്തത്
സ്വന്തം പുത്രൻ എന്നുള്ള നിലയിൽ, ഏകജാതൻ എന്നുള്ള നിലയിൽ വളർത്തുമ്പോഴും ഇസ്മായിലിനെ മാറ്റി നിർത്തിയതിന്റെ വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ, മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളിലെ ചില പ്രത്യേകതകൾ, ഇതൊക്കെ അനന്തര തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്ന സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇസഹാക്കിന്റെ കുടുംബജീവിതം അതെങ്ങനെയായിരുന്നു എന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ വ്യക്തമാകും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ആശ്രയവും അതിൽ നിന്ന് ഉരുത്തിരിയേണ്ടതാണ് ഒരു കുടുംബജീവിതം എന്ന് ഇസഹാക്കിന്റെ കുടുംബജീവിതത്തിന്റെ ആരംഭം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അബ്രാഹം തന്റെ ദാസന്മാരിൽ പ്രായമായ ഒരാളെ വിളിച്ച് പറയുന്നുണ്ട്, ഒരു കാരണവശാലും കാനാനിൽ നിന്ന് എന്റെ മകന് ഒരു വധുവിനെ നിങ്ങൾ സ്വീകരിക്കരുത്, മറിച്ച് എന്റെ നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ഇതിനു വേണ്ടി പുറപ്പെടുന്ന ആ സേവകൻ അവിടെ എത്തിയാൽ ആദ്യം ചെയ്യുന്നത് ദൈവപിതാവിനോട് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, അനുരൂപയായ ഇസഹാക്കിന് അനുരൂപയായ ഒരു വധുവിനെ തന്റെ മുൻപിൽ കാണിച്ചു തരണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അവസാനിക്കുന്ന സമയത്ത് ഈ ദാസൻ എന്താവശ്യപ്പെട്ടോ അത് തന്നെ വളരെ നാടകീയമായി സംഭവിക്കുന്നതായി വിശുദ്ധ ബൈബിൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെൺകുട്ടി വെള്ളം കോരാനായിട്ട് വരുന്നു. അവളോട് ഈ ദാസൻ വെള്ളം ചോദിക്കുന്നു, കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ അവൾ സന്തോഷപൂർവ്വം വെള്ളം പകർന്നു കൊടുക്കുകയും അതോടൊപ്പം അവന്റെ ഒട്ടകങ്ങൾക്ക് കൂടി വെള്ളം കോരി കൊടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിവേഗം ഉത്തരം ലഭിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇസഹാക്കിന് വേണ്ടി വധുവിനെ കണ്ടെത്തുവാൻ ഈ പരിചാരകന് സാധിച്ചു എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നാം ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അങ്ങനെ മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഇസഹാക്കിന് റെബേക്കയെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ആ സേവകൻ തിരികെ പോവുകയാണ് ഇസഹാക്കിന്റെ അടുക്കലേക്ക്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പിതാക്കന്മാരിൽ ഉണ്ടാകുന്ന ഏത് ചിന്തകളും അവരുടെ സ്വഭാവ രീതികളും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ റെബേക്കയെ ഭാര്യയായി സ്വീകരിച്ച ഇസഹാക്ക്, അവർക്ക് 2 മക്കളുണ്ടാവും, ഏസാവും യാക്കോബും. പക്ഷേ ദൈവത്തിന്റെ ശക്തമായ കരം ഇസഹാക്കിനോടും അവന്റെ കുടുംബത്തോടും ഒപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് വാഗ്ദാനം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. റബേക്കയിൽ നിന്ന് 2 കുട്ടികൾ ഉണ്ടാവും, ഇളയവൻ മൂത്തവനെ സേവിക്കും, അവന്റെ സേവകനായിരിക്കും എന്ന് നേരത്തെ തന്നെ വാഗ്ദാനം ലഭിച്ചു. ജനന സമയത്ത് തന്നെ ഇതേതാണ്ട് ദൃശ്യമാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതായത് ആദ്യം പുറത്തു വന്നയാൾ രോമാവൃതനായ ഒരു കുഞ്ഞ്, രണ്ടാമത് പുറത്തു വന്നത് ആളെ നമ്മൾ യാക്കോബ് എന്ന് വിളിച്ചു. ഈ യാക്കോബ് മറ്റവന്റെ ഉള്ളം കാലിൽ, ഏസാവിന്റെ ഉള്ളം കാലിൽ പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇളയ പുത്രനായിരിക്കും തന്റെ പരമ്പര തുടർന്നുകൊണ്ട് പോവുക എന്നുള്ള ഒരു പ്രതീക്ഷ ഇസഹാക്കിന് ഉണ്ടായിരുന്നു, ഒരു ചിന്ത ഇസഹാക്കിന് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം ഇവിടെയല്ല. റെബേക്കായുടെ മാനസിക അവസ്ഥയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത്. റെബേക്കയ്ക്ക് എപ്പോഴും താല്പര്യം യാക്കോബിനോടായിരുന്നു. ഇസഹാക്കിന്റെ അന്ത്യവേളയിൽ, ജീവിതത്തിന്റെ ഏതാണ്ട് സായാഹ്നത്തോടടുത്ത് ഇസഹാക്ക് ആയിരിക്കുമ്പോൾ തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ അനുഗ്രഹം നൽകുന്നതിനായി ഇസഹാക്ക് ഏസാവിനോട് പറയുന്നു, നീ പോയി നായാട്ട് നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ഇറച്ചി പാകം ചെയ്ത് എനിക്ക് കൊണ്ടു തരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇസഹാക്കിന് ഏസാവിനോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ റബേക്ക വളരെ രുചികരമായി മാംസം പാകം ചെയ്ത് യാക്കോബിനെ ഏൽപ്പിക്കുന്നു.
അവന്റെ കൈകളും മുഖവുമൊക്കെ രോമാവൃതമായി കമ്പിളി കൊണ്ട് ആവരണം ചെയ്ത് ഏസാവ് എന്ന് തോന്നുന്ന വിധം ഇസഹാക്കിന്റെ അടുത്തേക്ക് അയക്കുന്നു. ഇസഹാക്ക് മനം നിറഞ്ഞ് യാക്കോബിനെ അനുഗ്രഹിക്കും. പിന്നീട് ഏസാവ് വന്ന് താനാണ് യഥാർത്ഥത്തിൽ മൂത്തപുത്രൻ എന്നും താൻ നായാട്ട് നടത്തി കൊണ്ടുവന്ന മാംസം പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, തന്നെ അനുഗ്രഹിക്കണമെന്നും അപേക്ഷിക്കുമ്പോൾ ഇസഹാക്ക് തീർത്തും നിസ്സഹായനായി പോവുകയാണ്. ഇവിടെ നാം പഠിക്കേണ്ട, ഇന്നത്തെ ലോകത്തിൽ നാം പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, ഒരു കാരണവശാലും മാതാപിതാക്കൾക്ക് മക്കളെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അത് കുടുംബത്തിന്റെ സുസ്ഥിതി വിള്ളൽ വരുത്തുന്ന ഒരു ഘടകമാണ്. ഇത് ഇസഹാക്കിന്റെ കുടുംബത്തിൽ നിന്ന് നാം പഠിക്കുന്നു. 2, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഏത് പ്രതികൂല സാഹചര്യത്തിലും തന്റെ വാഗ്ദാനം നിറവേറ്റും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തക്കവിധമുള്ള സ്ഥൈര്യം, വിശ്വാസത്തിലുള്ള സ്ഥിരത, ഇത് രണ്ടും കുടുംബത്തിന് അത്യാവശ്യമാണ്. ഇക്കാര്യങ്ങൾ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കുടുംബം വിശ്വാസത്തിന്റെ കേന്ദ്രമായി, സ്നേഹത്തിന്റെ വിളനിലമായി, മറ്റുള്ളവർക്കൊരു സംരക്ഷണത്തിന്റെ കവചമായി, അതോടൊപ്പം പ്രാർത്ഥനയിൽ അടിയുറച്ച വിശ്വാസ ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായി മാറുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ കൃപ നിറഞ്ഞ കുടുംബങ്ങളായി തീരുന്നത്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിളിലെ കുടുംബങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കാലിക സമൂഹത്തിൽ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ചിന്തകൾ, പെരുമാറ്റ രീതികൾ, ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ വിചിന്തനം നടത്തിയത്. എല്ലാവർക്കും നല്ല ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവട്ടെ, കൃപ നിറയുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.